വിലയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിലയില്ല. പ്രസംഗിക്കും നാട്ടുകാരെ കാണിക്കാൻ. നമ്മുടെ സ്വത്ത ഇവർ കയറിയിരുന്ന് തല്ലിപ്പൊളിച്ചെന്ന് ഓർക്കണം. ലിബിയ നക്കി തുടച്ചിട്ട് ഡെർണായ് എന്ന് പറയുന്ന നഗരം നക്കി തുടച്ച് 2 ഡാം പൊട്ടിയത് 2 TMC ഉള്ളൂ. 2 ഡാമിലും കൂടി ഈ വെള്ളം കടലിലേക്ക് പോയത് തിരിച്ച് വലിയൊരു സുനാമിയായി വന്നു. എങ്ങനെ വന്നു? 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വന്ന്. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്ന ആലുവയിലാണ് കേട്ടോ. ഇന്ന് ഔചാര്യമായിട്ട് എനിക്കൊരു നമ്പർ കിട്ടി. ആ നമ്പറിലേക്ക് ഞാനിന്ന് കോൾ വിളിച്ചു. അതായത് എൻ്റെ പ്രേക്ഷകരായാലും ഈ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് സുപരിചിതമായിട്ടൊരു പേരാണ് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ സാറ്. സാറേ നമസ്കാരമുണ്ട്. മനസ്സിലായി സാറേ, ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷൻ, അതായത് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ പറ്റി ശരിക്കും ഡീപ്പായിട്ട് അറിയില്ല. സാർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഏകദേശം എത്ര വർഷമായി സാർ ഇതിനു വേണ്ടി പോരാടുന്നു? 10 വർഷത്തിലേറെ. അപ്പോൾ ഇപ്പോൾ എന്താണ് കറണ്ട് ഒരു സിനാരിയോ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നീളാനുള്ളൊരു ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ആരാണ് തടസ്സം നിൽക്കുന്നത്? ഏകദേശം ഒരു ചുരുക്കിയ ഒരു രൂപം പറയാൻ പറ്റുമോ? രാഷ്ട്രീയം. അതായെന്താ, ഇതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് പ്രായോഗികമായിട്ടുള്ളൂ. കോടതി വിധിയും കൊണ്ടൊന്നും ഒരു ഡാമും ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റൂല. ഒരു പൊളിറ്റിക്കൽ വില്ല് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൊല്യൂഷൻ വേണം. അപ്പം ഇപ്പം നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തേക്കണം എന്ത് പറഞ്ഞിട്ടാ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഡാമിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് പറയണം. എന്നുവരെ ഈ ഡാം സുരക്ഷിതമായി നിലനിൽക്കും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്യാനായിട്ട് ലോകത്ത് ഒരേ ഒരു ഏജൻസി ഉള്ളൂ. അവരെയാണ് റിലയബിലിറ്റി സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ആ സയൻസിനാണ് പറയുന്നത് റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്ത്യക്കാർക്ക് അജ്ഞാതമാണ്. നമ്മുടെ ഡാം എഞ്ചിനീയറിംഗ് എത്രയോ പുറകിലാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സുപ്രീം കോടതി വെച്ചിരിക്കുന്ന എംപവേർഡ് കമ്മിറ്റി, അതിൻ്റെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ ഒരു സബ് കമ്മിറ്റി, ഇതിലെല്ലാം സിവിൽ എഞ്ചിനീയേഴ്സ് ഉള്ളത്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം. അപ്പോൾ ഞാൻ പറയുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ആ ഡാമിൻ്റെ എന്നുവരെ നിൽക്കും ആ ഡേറ്റ് പറയണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ കാരണമുണ്ട്, റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ ആയുസ് ഏത് ഡാമിൻ്റെ 40 വർഷമുള്ളൂ. ഇത് 128 വർഷമായി. അപ്പോൾ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്നാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയും. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കേരള സർക്കാർ നമ്മുടെ കേസിലെ കക്ഷിയാണ്, കേന്ദ്ര സർക്കാർ നമ്മുടെ കേസിലെ കക്ഷിയാണ്. അപ്പോൾ ഈ സർക്കാരുകൾ വന്ന് പറഞ്ഞാൽ മതി. അതായത് കേരള സർക്കാർ സുപ്രീം കോടതി വന്ന് പറയുക, ഡാം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. എന്തിനാ വിരോധം ഉണ്ടാവേണ്ട കാര്യം എന്താണ്? എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കുന്നതിൽ വിരോധം ഉണ്ടാവേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് ഡാം എക്സ്പേർട്സ് വന്ന് പരിശോധിക്കുന്നതിൽ വിരോധമില്ല. അതിൻ്റെ ചെലവ് എത്ര ചെലവ് വരും? കൂടി വന്നാൽ 1 കോടി വരുമായിരിക്കും മാക്സിമം, അതിൽ കൂടുതൽ ചെലവ് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ചെലവ് വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് 2 സെൻറ്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം കേരള സർക്കാർ. ഇനി കേരള സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും പറ്റും. ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് ആരെയാണ് നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്? അവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ MP-മാരെയും നമ്മുടെ MLA-മാരെയും. മുല്ലപ്പെരിയാർ വിഷയം വലിയ പ്രശ്നം, ഒരു കടിച്ചാൽ പൊട്ടാത്ത വിഷയവും തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമൊന്നുമല്ല. ഒരു MLA വിചാരിച്ച ഇത് നടക്കും. ഒരു MLA ഒരു അഡ്ജോൺമെൻറ്റ് മോഷൻ അല്ലെങ്കിൽ ഒരു കോളിംഗ് ഇൻ മോഷൻ നിയമസഭയിൽ അവതരിപ്പിക്കട്ടെ. അടിയന്തര പ്രമേയമോ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമോ നിയമസഭയിൽ അവതരിപ്പിക്കട്ടെ. എന്നിട്ട് പറയട്ടെ, ഒരു പ്രമേയ രൂപത്തിൽ പറയണം. എന്നിട്ട് പറയട്ടെ, ഈ കേസിൽ കേരള സർക്കാർ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ പിന്തുണച്ചുകൊണ്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. ഒരു MLA പറയാൻ തയ്യാറായ മുല്ലപ്പെരിയാർ വിഷയം തീർന്ന്. ഇനി കേരള സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, ഇടുക്കിയുടെ MP അടക്കം 20 MP-മാർ ലോകസഭയിൽ കേരളത്തിനുണ്ട്, രാജ്യസഭയിൽ വേറെയുണ്ട്. ഇവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തയ്യാറായാൽ മുല്ലപ്പെരിയാർ വിഷയം തീർന്ന്. മനസ്സിലായ? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചാൽ ഈ പ്രശ്നം തീർന്ന്. അത് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ വിധി.
നമ്മുടെ രാഷ്ട്രീയക്കാര് നമുക്കിട്ട് പണിയുന്ന നമ്പർ 1 പണി അതാണ്. ഇവരെ തിരിച്ചറിയണം. അതാണ് ഞാൻ കേരളത്തിലുടനീളം നടന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കേരള ജനത തിരിച്ചറിയണം. ഇനി ചോദിച്ചോ, എന്താ ചോദിക്കാൻ വന്നേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരാണോ തമിഴ്നാട് സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ ആരാണ് ഇതിനകത്തെ ഒരു ഇത്തിൽക്കണ്ണി എന്ന് വേണമെങ്കിൽ കറക്റ്റായിട്ട് ചോദിക്കാം. ഇതില് നമുക്ക് എതിരായിട്ട് നിൽക്കുന്നത് നമ്മുടെ തന്നെ ജനപ്രതിനിധികളാണ്, സർക്കാരുകളല്ല. ഇവരെന്തുകൊണ്ട് ഇവർ പ്രസംഗിക്കും? മുല്ലപ്പെരിയാറിനെ കുറിച്ച് പാർലമെന്റിൽ പ്രസംഗിക്കും, മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിയമസഭയിൽ പ്രസംഗിക്കും. ഇവരെന്താണ് ഒരു പ്രമേയം അവതരിപ്പിക്കാത്ത? ഒരു പ്രമേയം വന്ന് വോട്ടിടാത്ത? അതല്ലേ ജനാധിപത്യം, അതല്ലേ അധികാരം. ഒരു MLAക്ക് MP-ക്കുള്ള അധികാരം നമ്മളവരെ അധികാരം കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് ഒരു MLA അല്ലെങ്കിൽ ഒരു MP പാർലമെന്റിലോ നിയമസഭയിലോ ഇത് സംബന്ധിച്ചൊരു പ്രമേയം അവതരിപ്പിക്കുന്നില്ല? പ്രസംഗിക്കും നാട്ടുകാരെ കാണിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വോട്ട് കൊടുക്കുന്ന ജനങ്ങൾക്ക് യാതൊരു വിലയില്ല. അപ്പോൾ അവർ ഇത് പൊട്ടിയാൽ ജനങ്ങൾ മരിച്ചോട്ടെ എന്നാണ് അവർ പറയുന്നത്. ഒരു വിലയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിലയില്ല. വിലയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബ്രഹ്മപുരത്ത് മാലിന്യം 80 കോടി മാലിന്യ നിർമ്മാർജ്ജനത്തിന് വകയിരുത്തിയിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചില്ലേ? ഈ എറണാകുളത്തെ എലൈറ്റ് ക്ലാസ് ആൾക്കാരാണ്. ലോയേഴ്സ്, ജഡ്ജസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ് എല്ലാം എലൈറ്റ് ക്ലാസ്സാണ് ഭൂരിപക്ഷം ആൾക്കാരും എറണാകുളം നഗരത്തിൽ. ഇവരുടെ മൂക്കിലേക്കല്ലേ ഡയോക്സിൻ എന്ന് പറയുന്ന മാരക വിഷം ഇവർ അടിച്ചു കയറ്റിയത്? ഒരാൾ പ്രതികരിച്ചോ? ഇവരൊക്കെ ഇവരും ഇവരുടെ മക്കളും കുടുംബാംഗങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ഒരു 5 വർഷം കഴിയട്ടെ ഇവരുടെയൊക്കെ ആന്തരാവയവങ്ങൾ, ഹൃദയം, കരള്, പിന്നെ എന്താ ലങ്സ്, സകലതും ദ്രവിച്ച് വേദന എടുത്ത് പൊളഞ്ഞ് സമ്പാദിച്ചത് മുഴുവനും കൊണ്ടുവന്ന് ആശുപത്രി കൊടുത്താലും രോഗം മാറാതെ കഷ്ടപ്പെട്ട് മരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ? പ്രതികരണ ശേഷിയില്ലാത്ത ഭയമാണ് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത്. പണ്ടത്തെ ചക്രവർത്തിമാർ അല്ലേ, ഫറവോ എന്നൊക്കെ പറയുന്ന ചക്രവർത്തിമാരുടെ ക്രൂരകൃത്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഈ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ്. നിർഭയം ഒരു രാഷ്ട്രീയ നേതാവ്, എന്തിന് രാഷ്ട്രീയ നേതാവ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്, അഴിമതിയാണ്, അല്ലെങ്കിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെതിരെ നിങ്ങൾ ചെയ്യുന്നത് അഴിമതിയാണ് എന്ന് അഴിമതി കണ്ടാൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത ആളുകളാക്കി മാറ്റി. അതിന് മയക്കുമരുന്നിൻ്റെ സ്വാധീനമുണ്ട് കേട്ടോ. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് പിടിച്ചില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇവിടുത്തെ യുവാക്കളാണ് ഇത് ഉപയോഗിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്ന് 5,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ച് അതാരാ ഉപയോഗിക്കുന്നത്? കേരളത്തിലെ യുവാക്കളാണ്. അപ്പോൾ മയക്കുമരുന്ന് കൊടുത്ത് യുവാക്കളെ മയക്കിക്കെടുത്തുക, മധ്യവയസ്കരെ മദ്യം കൊടുത്ത് മയക്കിക്കെടുത്തുക. ഒരാളും പ്രതികരിക്കരുത്. ഈ തോന്നിവാസങ്ങൾ മുഴുവനും കാണിച്ച് നിയമസഭ വരെയും തല്ലിപ്പൊളിച്ചില്ലേ? നമ്മുടെ സ്വത്ത ഇവർ കയറിയിരുന്ന് തല്ലിപ്പൊളിച്ചതെന്ന് ഓർക്കണം. നിയമസഭയിൽ സ്പീക്കറുടെ ചെയർ അടക്കം അടിച്ച് പൊളിച്ചത് നമ്മുടെ പണം. ലോകത്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത്, യൂറോപ്പിലെ ആയിക്കോട്ടെ അമേരിക്കയിലെ ആയിക്കോട്ടെ, ജനാധിപത്യം എവിടെയൊക്കെ ഉണ്ടോ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാമോ? പൊതുമുതൽ നശിപ്പിക്കുന്നത് ജനപ്രതിനിധികൾ, നിയമസഭയ്ക്കകത്ത് പൊതുമുതൽ നശിപ്പിക്കുന്നത് കേരളത്തിലല്ലാതെ ലോകത്തൊരിടത്തും കാണില്ല. മനസ്സിലായ? ഇവർക്ക് ധാർഷ്ട്യമാണ്, അധികാരത്തിൻ്റെ ഗർവമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. ഇവിടെ യുവാക്കളൊക്കെ ഇപ്പോൾ MA MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്തവർ വളരെ ചുരുക്കമായിട്ട് വന്നിരിക്കുകയാണ് കേരളത്തിൽ. ഇവർക്ക് എന്നാ വിദ്യാഭ്യാസമുണ്ട്? ഈ 2-3 ക്ലാസ്സും പഠിച്ചിട്ട് ഇവിടുത്തെ കളക്ടർമാരെയും ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും ഭരിക്കാണ് ഇവർ. എന്തറിഞ്ഞിട്ടാണ് ഇവർ യൂറോപ്പിൽ പോകുന്നത് പഠിക്കാൻ? പഠിക്കാമല്ലോ. ഞാനും യൂറോപ്പിൽ പോയി വന്ന ആളാണ്. അവിടെ വെറുതെ വെളിച്ചം, സൂര്യപ്രകാശം, ഇപ്പോൾ വിൻ്റർ സീസണാണ്, സൂര്യപ്രകാശം പോലും നല്ല രീതിയിലില്ല. എന്നിട്ട് ആ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് നമുക്കറിയാം. വെറുതെ സൂര്യപ്രകാശമില്ലാതെ വെളിച്ചത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള ടെക്നോളജി അവർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം സൂര്യപ്രകാശം ഉണ്ടായിട്ടും
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഡാം കെട്ടണം. എന്താ 1000 കോടി 2000 കോടി 3000 കോടിയുടെ പ്രോജക്റ്റിൽ പകുതി പോക്കറ്റിൽ വെക്കാം, പകുതി അടിച്ചു മാറ്റാം. ഒരു കാറ്റാടി യന്ത്രം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാറ്റാടി യന്ത്രം വിൻമിൽസ് സ്ഥാപിക്കാം. ഒരു വിൻമില്ല് സ്ഥാപിച്ചാൽ എന്നാ കിട്ടും? ഒരു ഡാം സ്ഥാപിക്കുന്നതായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. യൂറോപ്പിലൊക്കെ വലിയ കാറ്റൊന്നും ഇല്ലെങ്കിൽ പോലും, ചില സമയത്ത് വലിയ കാറ്റുണ്ട്, കാറ്റില്ലെങ്കിൽ പോലും ഉടനീളം വിൻമിൽസ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കടലിൽ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അറബിക്കടലുണ്ട്. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഇല്ല, കരയിലില്ല, കാറ്റാടി യന്ത്രങ്ങളില്ല. എന്നിട്ട് ഡാം കെട്ടിയിരിക്കുന്നു. 84 ഡാം കെട്ടിയിട്ട് എന്താ സംഭവിച്ചത്? 84 ഡാംസ് എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ 84 പിരമിഡ്സാണ്. ഈ ഡാം കെട്ടിയോടുകൂടി നമ്മളിപ്പോൾ വന്യമൃഗം, ഇപ്പം മില്ലു വന്യമൃഗത്തിൻ്റെ കാര്യം പോയി വയനാട്ടിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്തിട്ട് വരുന്നതല്ലേ. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്, മനസ്സിലായോ? എന്നിട്ട് 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് മുല്ലപ്പെരിയാർ ഡാം മാത്രം നശിപ്പിച്ചത് 64 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റാണ്. എത്ര വന്യമൃഗങ്ങൾ ചത്തിട്ടുണ്ടാവും, എത്ര ഉരകങ്ങൾ ചത്തിട്ടുണ്ടാവും? ഇടുക്കി ഡാം നശിപ്പിച്ചത് 65 സ്ക്വയർ കിലോമീറ്റർ വനമാണ്, മനസ്സിലായോ? അപ്പോൾ 84 ഡാംസ് എന്തുമാത്രം വന്യജീവികളെ കൊന്നു, കാണുന്നതും കാണപ്പെടാത്തതുമായ എത്ര ജീവിവർഗങ്ങളെ കൊന്നു, ഫോറസ്റ്റ് നശിപ്പിച്ചു, കേരളം നശിപ്പിച്ചു. ഈ ഡാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുകൾ. ഈ വെള്ളത്തിൻ്റെ മർദ്ദം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് എല്ലാ ഡാമിൻ്റെ അടിയിൽ നിന്നും പാറയുടെ അടുക്കുകൾ തെന്നിമാറി തമിഴ്നാട് വരെ തെന്നിമാറി പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു, വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാം. 1900 നല്ലേപ്പള്ളി എന്ന് പറയുന്ന പാലക്കാട് ചിറ്റൂരിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 1900 ഫെബ്രുവരി മാസം 8-ാം തീയതി പുലർച്ചെ 3:11 റിക്ടർ സ്കെയിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം കോയമ്പത്തൂർ ഭൂകമ്പം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ആ കോയമ്പത്തൂർ ഭൂകമ്പം കൊണ്ട് മധുര, കോയമ്പത്തൂർ, തമിഴ്നാടിൻ്റെ കുറേ ജില്ലകൾ, കേരളത്തിൽ കൊച്ചി വരെ അതിൻ്റെ അലയൊലികൾ ഉണ്ടായി. തൃശ്ശൂർ, പാലക്കാട് ഒക്കെ. ആ ഭൂകമ്പം 100 വർഷത്തിന് 30 വർഷം മുമ്പോ 100 വർഷത്തിന് 30 വർഷം ശേഷമോ ഉണ്ടാകാമെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നു, സിസ്മോളജിസ്റ്റുകൾ പറയുന്നു. അപ്പം 100 വർഷത്തിന് 30 വർഷം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ 100 വർഷത്തിന് 30 വർഷത്തിനുള്ളിലുണ്ടാകാം. ഇപ്പം 23 വർഷം കഴിഞ്ഞ് 24 വർഷത്തിലേക്ക് കിടക്കുന്നു. സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനം പഠനമനുസരിച്ച് ഏതു നിമിഷവും ആ നല്ലേപ്പള്ളി ഭൂകമ്പം ആവർത്തിക്കാം, റിപ്പീറ്റ് ചെയ്യപ്പെടാം. അതങ്ങാനും ഉണ്ടായാൽ 1900 അവസ്ഥയല്ല ഉള്ളത്. ഇന്ന് ഉത്തുംഗ ശൃംഗങ്ങളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊരു നാശമായിരിക്കും കേരളത്തിലുണ്ടാവുക. അതുപോലെ തന്നെ 84 ഡാംസിൻ്റെ വാട്ടർ പ്രഷർ കൊണ്ട് കേരളം മൊത്തത്തിൽ തന്നെ വലിയ ഭൂകമ്പ സാധ്യത ഉള്ള പ്രദേശമായി. നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനിലാണ്, ലിബിയയിൽ ഡാം പൊട്ടുമ്പോൾ അത് ലിബിയയിലാണ്, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നേപ്പാളിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ഇന്ത്യയിലത്തെ 36 ഡാം പൊട്ടിയ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 36 ഡാംസ് ഇന്ത്യയിൽ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു രാജ്യത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇത് നാളെ നമ്മുടെ വിധിയാവരുത്. അതാണ് ഞാൻ ഇത്രയും തീവ്രമായിട്ട് നിങ്ങളോട് പറയണത്. ഇത് നമ്മുടെ വിധി ആയിക്കൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 36 ഡാം പൊട്ടിയതിൻ്റെ താഴ്വരകളിൽ ഇത്രയും ജനങ്ങളില്ല, ഫാക്ടറികളില്ല, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന റിഫൈനറി പോലുള്ള സ്ഥാപനങ്ങളില്ല. ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കലർന്നാൽ തീ പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ മുഴുവനും വെള്ളത്തിൽ കലർന്ന് അറബിക്കടലിന് തീ പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? ഇവിടെ നിന്ന്
ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തത്തില്ലേ? നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ടാവുമോ കൊച്ചിയിൽ? സദേൺ നേവൽ കമാൻഡ് ഉണ്ടാവുമോ? അവിടെയൊക്കെ എന്തെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു വല്ല നിശ്ചയമുണ്ടോ? എത്ര പോയിസണസ് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്, എത്ര നൈട്രജൻ, ഹീലിയം എന്ന് പറഞ്ഞ് വിഷവാതകങ്ങളും കെമിക്കൽ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന എന്തുമാത്രം ഫാക്ടറികൾ ഈ ഏരിയയിലുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള LPG സിലിണ്ടറിൻ്റെ ആ LPG പുറത്തേക്ക് വന്നാൽ, വൈപ്പില് LPG ടെർമിനലില്ലേ, അവിടെ നിന്നൊക്കെ ഈ വാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ, കൊച്ചിൻ എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിലെ ഏവിയേഷൻ ഫ്യൂവല് ഒരു 10 മീറ്റർ അകലത്തോടെ തീ പോയ കത്തുപിടിക്കുന്ന സാധനമാണ് ഏവിയേഷൻ ഫ്യൂവല്. അവിടെ കിടക്കുന്ന പ്ലെയിനുകളിലെല്ലാം, എയർക്രാഫ്റ്റുകളിലെല്ലാം തന്നെ ഈ ഫ്യൂവലുണ്ട്. ഫ്യൂവൽ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക് വന്ന് കത്ത് പിടിച്ചാൽ കേരളം മുഴുവനും കത്തില്ലേ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിഷ്ക്രിയരായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഈ മില്ലു വ്ളോഗ്സ് അല്ലേ, മില്ലുകാരൻ കേൾക്കുന്ന ജനങ്ങൾ നിഷ്ക്രിയരായിരിക്കരുത് ഒരിക്കലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വിശ്വസിച്ചിട്ട് കേരളത്തിലെ ഇടതും വലുതുമായ രാഷ്ട്രീയ നേതൃത്വത്തെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. നമ്മുടെ പരമാവധിയായി ഇവർ കേരളം നശിപ്പിക്കുന്നതിൻ്റെ പരമാവധിയായി നിങ്ങളുടെ മക്കൾക്ക് അമ്മമാര് ചോറുരുട്ടി കൊടുക്കുന്നു. വിഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. വിഷമാണ്. ശുദ്ധഭക്ഷണം തരാനായിട്ട് ഇവിടുത്തെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്ന വിഷ ഭക്ഷണമാണ് നമ്മൾ കൊച്ചു മക്കളെ, കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വാരിക്കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശുദ്ധഭക്ഷണം തരാനായിട്ട് ശുദ്ധമായ ഒരു സർക്കാർ നാളിതുവരെ കേരളത്തിലില്ല. ശുദ്ധഭക്ഷണമില്ല, ശുദ്ധജലമില്ല, ശുദ്ധവായുവില്ല. ഈ ജനങ്ങൾ 25 വയസ്സും 30 വയസ്സാകുമ്പോഴേക്കും പ്രമേഹവും കാർഡിയാക് അറസ്റ്റും ക്യാൻസറും വരുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഭരണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ ഇടതുപക്ഷ ഭരണവും വലതുപക്ഷ ഭരണവും കാലാകാലങ്ങളിലായി കേരളം ഭരിച്ച് മുടിപ്പിച്ച് ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിച്ച് മനുഷ്യനെ നശിപ്പിച്ച് ഇവിടുത്തെ യുവതയെ മുഴുവനും മയക്കുമരുന്നിൽ മുക്കി, മദ്യത്തിൽ മുക്കി ഈ നാടിനെ നശിപ്പിച്ച ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഈ രാഷ്ട്രീയം കേരളത്തിൽ നിന്നും നിങ്ങൾ തൂത്തറിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. മുല്ലപ്പെരിയാറിൻ്റെ വിഷയം കോടതിയൊന്നുമല്ല. മുല്ലപ്പെരിയാർ വിഷയം തീർക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കേ തീർക്കാൻ പറ്റുള്ളൂ. ഒരു കോടതിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറങ്ങിക്കിടന്നാൽ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഉറങ്ങിക്കിടന്നാൽ നിങ്ങൾ നിത്യമായിട്ട് ഉറങ്ങും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുന്ന് എവിടെ ഈ തിരുവനന്തപുരംകാർ, കാസർഗോഡുകാർ, ഞങ്ങൾ ഇതിൻ്റെ അടിയിലല്ല. നിങ്ങൾ ലിബിയയിലേക്ക് നോക്ക്. 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയി ലിബിയ നക്കി തുടച്ചിട്ട് ഡർണ എന്ന് പറയുന്ന നഗരം നക്കി തുടച്ച് 2 ഡാം പൊട്ടിയത് 2 TMC ഉള്ളൂ, 2 ഡാമിലും കൂടി. ഈ വെള്ളം കടലിലേക്ക് പോയത് തിരിച്ച് വലിയൊരു സുനാമിയായി വന്നു. എങ്ങനെ വന്നു? 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വന്ന് നമ്മൾ TV കണ്ട വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളം, ഇടുക്കിയിൽ 70 TMC വെള്ളം, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറക്കത്തിൻ്റെ അടി കിടക്കുന്ന ഡാംസ് എല്ലാത്തിലും കൂടി 100-120 TMC വെള്ളം. 120 TMC എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. നമ്മുടെ ഭാവനയിൽ നിൽക്കില്ല, ഒരു മനുഷ്യൻ്റെയും തലച്ചോറിൽ നിൽക്കില്ല. അത്രയും വെള്ളം അതിശക്തമായിട്ട് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് പതിച്ചാൽ, അത് വേലിയേറ്റ സമയത്താണെങ്കിൽ കൂടുതൽ പേടിക്കണം. ഈ വെള്ളം ആ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് കൊണ്ട് ഭൂമിയുടെ മറ്റേ അറ്റത്തേക്ക് മാറിക്കൊടുക്കും. പിന്നീട് ഒരു വരവുണ്ട്. അത് ഡെർണയിൽ ചെറിയ ഒരു അനുഭവമായിട്ട് നമ്മളെ കാണിച്ചു തന്നു ലിബിയയിൽ. പിന്നീട് ഒരു വരവുണ്ട്. കേരളം മുഴുവൻ നക്കി തുടയ്ക്കാനും ഗോവയും മുംബൈയും കർണാടകത്തിൻ്റെ തീരപ്രദേശങ്ങളും നക്കി തുടച്ചുകൊണ്ട് അറബിക്കടലിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനം. അത് ഫലിക്കാതിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ അലറി വിളിച്ച് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അതിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അലറാനും കരയാനും സങ്കടപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാണ്ട് ആരോടെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. ഒരു വ്യക്തിയോടും വിരോധം ഉണ്ടായിട്ടല്ല, ഒരു ശത്രുവിനോട് പോലും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ സങ്കടം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അലറി വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇനി ഉറങ്ങിക്കിടന്നാൽ
നമ്മൾ നിത്യമായി ഉറങ്ങും. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഉണരുക എന്നുള്ളതാണ്. ഉണരുക, നിങ്ങൾ ഉണരുക. അപ്പോൾ എന്തായാലും സാറേ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിച്ചോളൂ സാറേ. അപ്പോൾ ഇത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് തന്നെയാണ് സാറ് പറയുന്നത്. പൊട്ടിയാൽ എവിടെല്ലാം അഫക്റ്റ് ചെയ്യാൻ ചാൻസുകളാണ് പൊതുവേ, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പൊട്ടൂല എന്നാ പറയുന്നത്, മനസ്സിലായോ? ഞാൻ പൊട്ടൂല എന്നാ പറയുന്നത്. കാരണം എന്താ, ഞാനിതിൻ്റെ മുമ്പിലുണ്ട്, എനിക്കിത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ പൊട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഇത് പൊട്ടൂന്ന്, വലതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഇത് പൊട്ടൂന്ന്, ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു പൊട്ടൂന്ന്, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. പൊട്ടില്ല എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. കാരണം എന്താ, എനിക്കിത് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാ അതുവരെയും ജഗദീശ്വരൻ ഡാമിനെ പിടിച്ചു നിർത്തും എന്ന് ഒത്തിരി ആളുകൾ പറയുന്നു എന്നോട്. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു അത്. എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ഈ ഡാം ദൈവം പിടിച്ചു നിർത്തും. അതിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഈ ഡാം എത്രയോ മുമ്പ് പൊട്ടേണ്ടതായിരുന്നു. ഡാമിന് യാതൊരു ശക്തിയില്ലാതെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു ഡാം. സുർക്കി എന്ന് പറയുന്ന സാധനം, പെനി കുക്ക്, ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പെനി കുക്കിൻ്റെ അസിസ്റ്റൻ്റ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചുണ്ണാമ്പും മണലും വെള്ളവും കൂടി ചേർത്ത് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർക്കി. അല്ലാതെ ഈ ആളുകൾ പറയണ ഇൻഗ്രീഡിയൻസ് ഒന്നും സുർക്കിയിലില്ല. ഈ സുർക്കി പുറത്തേക്ക് വന്നാൽ വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ ചുണ്ണാമ്പായതുകൊണ്ട് കാർബോണിക് ആസിഡ് ആവും. ഇത് ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. 128 വർഷം കൊണ്ട് അടിയിലുള്ള കല്ലുകളെല്ലാം പൊടിഞ്ഞിരിക്കുകയാണ്. 120 അടിക്ക് താഴെ വെള്ളമാണ്. അതിൻ്റെ അടിയിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ആ ഡാമിൻ്റെ അടുത്തേക്ക് ആരെ അടുപ്പിക്കുന്നില്ല. അതൊരു ചോദ്യമാണ്. ഞങ്ങളൊക്കെ ഈ മുല്ലപ്പെരിയാർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ പരിസരത്തോ അതിൻ്റെ ഫോട്ടോസൊക്കെ പഴയതൊക്കെ ചാനൽ ആൾക്കാരെ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ പൊതിഞ്ഞു കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്നും കൂടെ ഒരു ശരിക്കും പറയാതെ ഒരു ചോദ്യമാണ്. എന്താണ് അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇത് ജനാധിപത്യമാണോ? നമ്മുടെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഡാം, നമ്മുടെ സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന ഒരു ഡാം ജനങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ തന്നെ ദുരൂഹതയില്ലേ? എന്തുകൊണ്ട് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ മുമ്പിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ല്, ഒരു ആന ചെന്നാൽ പോലും ചതുപ്പിൽ അങ്ങ് മുങ്ങിപ്പോവും. മനസ്സിലായ? ചതുപ്പാണ്. 128 വർഷത്തെ സുർക്കി ഒലിച്ചൊലിച്ച് വന്ന് വലിയ ചതുപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നത് മനുഷ്യർ കാണരുത്. അതുകൊണ്ടാണ് ആരെയും അങ്ങോട്ട് കയറ്റാത്തത്. ആരെങ്കിലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് കൊടുത്താൽ കയറ്റേണ്ടി വരും. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഡാം, ആരുടെ ആയിക്കോട്ടെ, തമിഴ്നാടിൻ്റെ ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ആയിക്കോട്ടെ, ജനങ്ങളുടെ നികുതി പണമാണ്. അത് ജനങ്ങൾ കണ്ടേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, അതിന് ഫോട്ടോ എടുത്തേ പറ്റൂ, വീഡിയോ എടുത്തേ പറ്റൂ. കാരണം അത് അവരുടെ സ്വത്താണ്. അല്ലാണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ സർക്കാരിൻ്റെയോ സ്വത്തല്ല, ഇത് ജനങ്ങളുടെ സ്വത്താണ്. അങ്ങനെ നിയമമുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള ജനത ഉണരണം, ഉടനെ തന്നെ ഉണർച്ച ഉണ്ടാകണം, എഴുന്നേറ്റ് പ്രവർത്തിക്കണം എന്നാണ് സാറ് പറയുന്നത്. എനിവേ താങ്ക് യു സാർ. സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ കാണാം. ഇനി തുറന്നും ഞങ്ങളുടെ എല്ലാ സർവീസും, മില്ലുകാരൻ ടീമിൻ്റെ എല്ലാ സർവീസും കൂടെ ഉണ്ടാവും. ഒരു വാക്ക് വിളിച്ചാൽ മതി. കാണാം. മില്ലുകാരൻ.